പഞ്ചഗുസ്തി ചാമ്പ്യൻ പോലീസിനെ ആക്രമിച്ചതായി പരാതി. പഞ്ചഗുസ്തി ചാമ്പ്യൻ ജോബി മാത്യുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കളമശ്ശേരി ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സരിൻ ദാസാണ് പരാതി നൽകിയത്. അതേസമയം കെട്ടിച്ചമച്ച കേസെന്ന് ജോബിയുടെ കുടുംബം പ്രതികരിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ് ഈ പരാതി? ശ്രീജിത്ത്, ഇന്നലെ എടത്തലയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇവർ വാഹനത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ പോലീസിന്റെ തന്നെ ഇന്റർസെപ്റ്റർ വാഹനം അവിടെ അരികിൽ നിർത്തിയിരുന്നു. അതിനുശേഷം അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് അരികിലേക്ക് മാറ്റിയിട്ടൂടെ എന്ന് ജോബിയും അതുപോലെ തന്നെ ജോബിയുടെ കുടുംബം ആവശ്യപ്പെട്ടു, ജോബിയുടെ ഭാര്യ ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു വൈരാഗ്യം പോലെ തന്നെ ഈ പോലീസുകാരൻ പെരുമാറി എന്നുള്ളതാണ് ജോബിയുടെ കുടുംബം പറയുന്നത്. അതിൽ പിന്നീട് അതൊരു വഴക്കിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ഈ പോലീസുകാരനുമായിട്ടുള്ളൊരു വാക്കുതർക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ഇയാൾ മഫ്തിയിലായിരുന്നു. അപ്പോൾ ഇയാളുടെ ഫോൺ ഈ ജോബി പിടിച്ചു വാങ്ങുകയും പിന്നീട് അത് കമ്മീഷണർ ഓഫീസിലേക്ക് അവിടെ കൊടുക്കുകയുമാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസിലെ ഡ്രൈവറായിട്ടുള്ള കളമശ്ശേരി ക്യാമ്പിലെ ഡ്രൈവറായിട്ടുള്ള സരിൻ ദാസ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ കോളറിൽ പിടിച്ചു, അവിടുന്ന് ദേഹോപദ്രവം ഏൽപ്പിച്ചു, ഒപ്പം തന്നെ മൊബൈൽ പിടിച്ചു വാങ്ങി തുടങ്ങിയിട്ടുള്ള പരാതികളാണ്. ഇതിനാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ കൂടിയായിട്ടുള്ള ജോബി മാത്യുവിനെതിരെ എടത്തല പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജോബിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി പോലീസ് വീടിന് പുറത്ത് വന്നിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ കുടുംബം തന്നെ കൂടെ ചേരുകയാണ്. അപ്പോൾ ഈ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ഒരു വസ്തുതയുണ്ട്? എന്താണ് നടന്നത്? മർദ്ദിച്ചിട്ടില്ല. ഇന്നലെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രോഗ്രാമിന്, സഭയുടെ പ്രോഗ്രാമായിരുന്നു റിന്യൂവൽ സെൻറ്ററിൽ വെച്ച്. അതിലേക്ക് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ കുടുംബസമേതം ഞങ്ങളുടെ കൊച്ചുമോനുമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് റോഡിൽ പാർക്ക് ചെയ്തിരുന്നത്, റോഡിലോട്ട് ഇറക്കി തന്നെ പാർക്ക് ചെയ്തിരുന്ന ഒരു പോലീസ് വാഹനമാണ്. അപ്പോൾ മുമ്പിൽ പോകുന്ന വണ്ടികളെല്ലാം അതിൻ്റെ മിററിൽ തട്ടിയാണ് പോകുന്നത്. ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ താറാണ്, കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ നിന്നതിന് ശേഷം ഞങ്ങൾ മെല്ലെ അടുത്തേക്ക് പാസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ചില്ല് താത്തിക്കൊണ്ട് ഞാനാണ് പറഞ്ഞത്, സാറേ കുറച്ചുകൂടി അങ്ങ് നീക്കി പാർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കുമല്ലോ, ഈ മിറർ തട്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. ഞങ്ങൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങൾ കുറച്ചങ്ങ് മൂവ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ പുറകിൽ പോലീസ് വണ്ടി ഒന്ന് ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കണ്ടിന്യൂസ് ആ ഹോൺ അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആംബുലൻസ് ആണെങ്കിലും പോലീസ് വാഹനമാണെങ്കിലും സൈഡ് കൊടുക്കണം. നമ്മൾ സൈഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയായിരുന്നു, ഈ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു പുറകിലേക്ക് അത്ര ധൃതിയിൽ ഓടിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വണ്ടി ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു 5-6 മിനിറ്റോളം ഇങ്ങനെ ചവിട്ടി ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. FIR-ൽ പറയുന്നത് ജോബി മർദ്ദിച്ചു, ഫോണ് പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ്? ഇയാളെ കോളറിൽ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ പോലീസുകാരൻ്റെ. അങ്ങനെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഞങ്ങളുടെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ബാക്കിൽ വന്നിട്ട് ഈ വണ്ടി ഇന്നോവ വണ്ടി വന്ന് ഇടിച്ചു. പോലീസ് വണ്ടി ഇടിച്ചു. ഞങ്ങളുടെ മോൻ, ബാക്കിലിരുന്ന മോൻ ഫ്രണ്ടിലോട്ടേക്ക് തെറിച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞിന് ശ്വാസമുട്ടുള്ള കുഞ്ഞാണ്, എല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്, കുഞ്ഞിന് ശ്വാസമുട്ട് ഉള്ള കുഞ്ഞാണ്. അപ്പോഴത്തേക്കും ആ ജെർക്കിങ് ഭയങ്കരമായിട്ടുള്ളൊരു ജെർക്കിങ് തന്നെയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ആഘാതം ഇല്ലാതിരുന്നു എന്നുള്ളൂ. ഇല്ല, ഇതൊരു ചെറിയ വണ്ടിയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു സാധാരണക്കാർ സഞ്ചരിക്കുന്ന ചെറിയ വണ്ടി ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായേനെ. ആ സമയത്ത് വണ്ടി അത്രത്തോളം കൺട്രോളബിൾ ആയിരുന്നു. തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങി, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം പുറത്തിറങ്ങിയില്ല, പിന്നെ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോലീസ് ഓഫീസറാണ്. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം, ഇദ്ദേഹം മഫ്തിയിലാണ് എന്നാണ് സാധാരണ കാഷ്വൽ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, പോലീസ് യൂണിഫോമിലല്ല. അപ്പോൾ ഓൺ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ പോലീസ് യൂണിഫോമിലായിരിക്കുമല്ലോ. അപ്പോൾ ഓൺ ഡ്യൂട്ടി ആണെന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മളും ഓൺ ഡ്യൂട്ടിയിലാണ്, നമ്മളും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, നമ്മളും ആദരണീയനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേദിയിലിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരെ ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും? മുഴുവൻ പോലീസുകാരെ അടച്ച് കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ധാരാളം സുഹൃത്തുക്കൾ ഈ മേഖലയിലുണ്ട്. തീർച്ചയായും നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വൈകിയിരുന്നു. പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഹസ്ബൻഡ് പറഞ്ഞത് ഞാൻ ജോബി മാത്യു ആണ്, ഞാൻ
ഈ നിങ്ങൾ എവിടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എവിടെ പോലീസ് സ്റ്റേഷനിലുള്ള ആളാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആദ്യം മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ ഞങ്ങൾ ചെയ്ത തെറ്റാണ് ഈ തെറ്റ്. മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണോ? നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ കമ്മീഷണർ ഓഫീസിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് തന്നെ നമ്മൾ കമ്മീഷൻ ഓഫീസിലേക്ക് പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ഇപ്പം ഇവർ പറയുന്ന പോലെ പ്രോഗ്രാമിന് പോകുന്ന നമ്മൾ തിരിച്ച് ഇടത്തലയിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ, കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്നുള്ള സമയമില്ലായിരുന്നു. SP ഓഫീസിലെ PROനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ കമ്മീഷൻ ഓഫീസിൽ ചെന്നപ്പോൾ ഈവനിങ്ങിലെ പ്രോഗ്രാം ഗവർണറുടെ ഉള്ളതുകൊണ്ട് കമ്മീഷണർ ഉണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ്, ലേഡി പോലീസ് ഓഫീസേഴ്സ് ഞങ്ങളിൽ നിന്ന് മൊഴിയെടുത്തു, പരാതി എഴുതി മേടിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഞങ്ങൾ ആ ഫോൺ അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊരു വലിയ ഇഷ്യൂ ആക്കാതിരുന്നതിന് ഞങ്ങളോട് താങ്ക്സ് പറയുകയും ചെയ്തു. മുഴുവൻ പോലീസ് ഫോഴ്സിനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ഷീണം സംഭവിക്കും. ഒരു പോലീസുകാരൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടി പഴിചാരുന്ന അവസ്ഥയിലേക്ക് പോകാതെ ഞങ്ങൾ ഒരു കൈപിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ് FIR-ൽ പറയുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൈപിടിച്ച് തിരിക്കുക അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ വാക്കുതർക്കം മാറിയിരുന്നോ? ഇല്ല, ദേഹോപദ്രവം ഏൽപ്പിച്ച അയാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആ വാക്കുതർക്കം മാറിയിട്ടില്ല ഒരിക്കലും. അത് മാത്രമല്ല, ഞങ്ങൾ 3 മണിയോടുകൂടി തന്നെ കമ്മീഷൻ ഓഫീസിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പോലീസ് സിസ്റ്റം അനുസരിച്ച് ഇദ്ദേഹത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ടോ മറ്റോ വിളിക്കുകയോ അത് അന്വേഷിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു കേസ്. അത് മാത്രമല്ല, ഒരു സാധാരണക്കാരനായിട്ട് ഒരു വ്യക്തി ഉയർന്നു വരുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഉണ്ടായെങ്കിൽ അതിൻ്റെ ഒരു ഇതുകൂടിയാണ്. സാധാരണക്കാരനെ ജീവിക്കാനുള്ള ഒരു അവകാശമാണ്. മുഴുവൻ പോലീസ് ഫോഴ്സിന് ഇവിടെ വന്ന പോലീസ് ഓഫീസറെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല, അവരവരെ ഡ്യൂട്ടി ചെയ്യാമെന്ന്. പക്ഷേ ഈ ഡ്യൂട്ടി ചെയ്യുന്നത് സാധാരണക്കാരനെ പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്തുമാണെങ്കിൽ അത് ഒരിക്കലും അനുവദിക്കരുതെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. ശ്രീജിത്ത്, അപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ജോബി മാത്യുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒരു 2018 മുതൽ വർഷങ്ങളായി തന്നെ ഇന്ത്യക്ക് വേണ്ടി പാരാ ഒളിമ്പിക്സിലും പാരാ ചാമ്പ്യൻഷിപ്പിലൊക്കെ ലോക ചാമ്പ്യനാണ് ജോബി മാത്യു. ഇപ്പോൾ ജോബി മാത്യു ആണ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു കേസിൽ പെട്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എടത്തലയിൽ വെച്ചിട്ട് ഇന്നലെയായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയും ആ ഒരു വാക്ക് തർക്കവും പോലീസിന്റെ ഫോൺ പിടിച്ചു വാങ്ങി പിന്നീട് ആ ഫോൺ കമ്മീഷണർ ഓഫീസിലേക്ക് ഇദ്ദേഹം എത്തിക്കുകയുമായിരുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.